നീറ്റ് എക്സാമിനേഷന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾക്ക് പല സമയങ്ങളിലായിട്ട് ക്രാഷ് കോഴ്സ് കൊണ്ട് മാത്രം MBBS കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഞാനത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ +2 നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ +1 കോൺസെപ്റ്റ്സ് വീക്ക് ആയിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ കോഴ്സ് പറയുന്നത് ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിട്ട് വരേണ്ട ഒരു കോഴ്സാണ്. ഇതൊരു വെറുതെ കയറിയിട്ട് ഒരു ട്യൂഷൻ ഡീൽ ചെയ്യണ പോലെ ചെയ്യേണ്ടതല്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, ഒരു ദിവസം നമ്മൾ റേസിലൊക്കെ ആണെങ്കിൽ നന്നായി ചെയ്ത് ഗവൺമെന്റ് കോളേജിൽ വരെ അഡ്മിഷൻ കിട്ടാവുന്ന പൊട്ടൻഷ്യൽ ഉള്ളതാണ് ക്രാഷ് കോഴ്സുകളല്ല. അത് പ്രൈസിന്റെ കാര്യം മാത്രമൊന്നല്ല പറയണത്, എവിടെ ചേരുകയാണെങ്കിലും ക്രാഷ് കോഴ്സ് ഡീൽ ചെയ്യേണ്ടത് ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയോടെ ആയിരിക്കണം. ഞങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് എത്രത്തോളം അത്യാവശ്യമാണോ അതേപോലെ ഞങ്ങൾക്കും അത്യാവശ്യമാണ്. ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. അത് ബ്ലാങ്കറ്റ് പ്രോമിസ് ആണ്. അക്കാഡമിക്സിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, ഡിസിപ്ലിൻ ഉണ്ടാവില്ല. നിങ്ങൾ കൂടെ നിന്നോളൂ. ഹലോ സ്റ്റുഡൻസ്, +2 ബോർഡ് എക്സാംസ് കഴിഞ്ഞ് എൻട്രൻസ് പരീക്ഷ വരെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ വെറും ഒരു ക്രാഷ് പ്രോഗ്രാമിലൂടെ കീം അല്ലെങ്കിൽ നീറ്റ് എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്നതുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമാണോ? ഇതായിരിക്കും നിങ്ങൾ പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം. ആ ചോദ്യം നമുക്ക് റേസ് എഡ്യൂക്കേഷന്റെ ഡയറക്ടറായ SK സാറിനോട് തന്നെ ചോദിച്ചു നോക്കാം. SK സർ, സാറിന്റെ ഈ ഒരു 20-25 വർഷത്തെ പരിചയം എക്സ്പീരിയൻസ് മുൻനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, വെറും ഒരു ക്രാഷ് പ്രോഗ്രാമിലൂടെ കീം അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമാണോ? ഈ എൻട്രൻസിന്റെ ഒരു മുന്നിലൊരു ചരിത്രം നോക്കുകയാണെങ്കിൽ ക്രാഷ് കോഴ്സ് പല വർഷങ്ങളിലും നമ്മൾക്ക് ഒരു 45 ദിവസം, ചില മാസങ്ങളിൽ 2 മാസം വരെ കിട്ടിയ സമയങ്ങളുണ്ട്. ഇപ്പൊ ഈ സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ക്ലാസ് എടുക്കാൻ നമ്മൾക്ക് ഒരു 25 days അതായിരിക്കും ക്ലാസ് എടുക്കാൻ മാക്സിമം കിട്ടുന്ന ഒരു ദിവസം. പിന്നെ കാരണം എന്ന് വെച്ചാൽ ക്ലാസ് മാത്രമല്ലല്ലോ, ധാരാളം പരീക്ഷകളും വേണ്ടി വരും. അപ്പൊ മൊത്തം പാക്കേജ് എന്ന് പറയുന്നത് ഒരു 30 ദിവസമായിരിക്കും മാക്സിമം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവുക. ഇതിൻ്റെ ഉള്ളില് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ഒരു ഗവൺമെന്റ് കോളേജിലെത്താൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളുടെ ക്രാഷ് കോഴ്സിന്റെ ജനറൽ ആയിട്ടുള്ള ക്രാഷ് കോഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ഇനി നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സബ്ജക്റ്റിനെ നമ്മൾ സയന്റിഫിക് ആയിട്ട് 20ഓളം യൂണിറ്റുകളായി തിരിച്ച് ഓരോ സബ്ജക്റ്റിനെയും 60 യൂണിറ്റുകളാക്കി മാറ്റി, മോഡ്യൂളുകൾ എന്നാണ് അതിന് പറയുക. അത് ക്ലാസ്സുകളിൽ കൊടുത്ത് അതിൽ എക്സാമിനേഷൻ കൊടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ മോഡ്യൂളുകൾ അതിൻ്റെ ഹോം അസൈൻമെന്റ് ഉണ്ട്, അതെല്ലാം നോക്കി വളരെ സയന്റിഫിക് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മുഴുവനും നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. അത് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ആബ്സല്യൂട്ട്ലി എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിൽ ഒരു ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ വളരെ ഈസി ആയിട്ട് കിട്ടും. സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിലാണെങ്കിൽ സംശയമേ വേണ്ട, എല്ലാ കുട്ടികളുടെ കാര്യത്തിൽ. നീറ്റ് എക്സാമിനേഷന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾക്ക് പല സമയങ്ങളിലായിട്ട് ക്രാഷ് കോഴ്സ് കൊണ്ട് മാത്രം MBBS കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഞാനതൊരു ജനറലൈസ് ചെയ്തിട്ട് അതുകൊണ്ട് ഈ കോഴ്സിന് വരികയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും നീറ്റ് എക്സാമിനേഷനിൽ ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് വളരെ കൂടുതൽ ഗവൺമെന്റ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾക്ക് അത്ഭുതകരമായിട്ട് അങ്ങനെ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇത് ഉപകാരമാവുക എന്ന് പറയുന്നത് 11th ഉം 12th ഉം ഒരു സ്കൂളിൽ നന്നായി പഠിച്ച് അത്യാവശ്യം ഒരു എൻട്രൻസ് കോച്ചിങ് അല്ലെങ്കിൽ ട്യൂഷനും തന്നെ 11th ഉം 12th ഉം കുഴപ്പമില്ലാണ്ട് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഈ നീറ്റ് എക്സാമിനേഷനിൽ നന്നായി പെർഫോം ചെയ്യാൻ നമ്മുടെ ക്രാഷ് കോഴ്സ് കൊണ്ട് എന്തായാലും പറ്റും. ഓക്കെ സർ, ഇതിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഞാനൊക്കെ എൻട്രൻസ് പഠിച്ചിരുന്ന ഒരു കാലത്ത് ഞാൻ +2 എൻട്രൻസ് എഴുതിയ ആളാണ്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ +2 നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ +1 കോൺസെപ്റ്റ്സ് വീക്ക് ആയിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ റേസിൽ അഡ്രസ് ചെയ്യുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുട്ടികൾ, അതായത് എസ്പെഷ്യലി CBSE സ്റ്റുഡൻസ് എന്ന് പറയട്ടെ, അവർ 11ാം ക്ലാസ്സിലെ പോർഷൻസിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല. ചില സ്കൂൾസിലൊന്നും പോർഷൻസിന്റെ മുഴുവൻ തീർക്കാറില്ല എന്നും കേൾക്കാറുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും അതിലൊരു പേടി ഉണ്ടായിരിക്കും. നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് അറിയാം. കുട്ടികളെ 12th പോർഷനിൽ ജനറലി എല്ലാ കുട്ടികളും നന്നായി, കാരണം ഈ 12th എപ്പോഴും ഫൈനൽ എക്സാം ആണെന്നൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ 11th വരുമ്പോൾ നമുക്ക് ഇനി കറക്റ്റ് ചെയ്യാലോ എന്നുള്ളൊരു സമയം എല്ലാവരും വിചാരിക്കും. സ്റ്റേറ്റിലെ കുട്ടികൾക്ക് 11th 12th ഒരേപോലെ തന്നെയാണ് കേട്ടോ. എന്നിരുന്നാലും അവരുടെ 12th എപ്പോഴും കുറച്ചുകൂടി സീരിയസ്നെസ് കൂടും, പ്രാക്ടിക്കൽസ് കൂടും. അപ്പൊ എപ്പോഴും 12th കുറച്ച് പ്രാധാന്യം കുട്ടികൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അവർ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടായിരിക്കും. 11th കുട്ടി എന്ന് പറയുന്നത് 10th കഴിഞ്ഞു വരുന്ന കുട്ടിയല്ലേ, ആ കുട്ടിക്ക് പലപ്പോഴും ഈ 11th കടക്കുമ്പോൾ ചെറിയൊരു ബ്രിഡ്ജിങ് ഗ്യാപ്പ് ഫീൽ ചെയ്യാറുണ്ട്. അതനുസരിച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 11th കോൺസെപ്റ്റുകൾ വൃത്തിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് അതിന്റെ 11th പോർഷൻസ് മുഴുവൻ വെച്ചിരിക്കുന്നത്. അതുപോലെ അതിലെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുതൽക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ കൊടുക്കും. എന്ന് വെച്ചാൽ കുട്ടിക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടി 12th കൂടി കഴിഞ്ഞു എന്ന് വെച്ചോളൂ, ആ കുട്ടിയെ 11th പഠിപ്പിക്കാൻ എളുപ്പമാണ്.
അതെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 12th പോർഷൻസ് കഴിഞ്ഞ കുട്ടി ആയതുകൊണ്ട് 11th പോർഷൻസ് നിങ്ങൾക്ക് ഇന്ന ഭാഗമല്ലേ അറിയാത്തത്, അത് നമ്മൾക്ക് ഈ രൂപത്തിൽ തന്നെ പഠിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. അത് വലിയൊരു പ്രശ്നം ക്രാഷിലോ അല്ലെങ്കിൽ റിപ്പീറ്റർ ബാച്ചിലോ ഉണ്ടാവാറില്ല. ഓക്കെ സർ, വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെറിയൊരു ഡ്യൂറേഷനിലാണ്, ഒരു 30 ദിവസം കൊണ്ടാണ് ഈ നമ്മൾ ക്രാഷ് കോഴ്സ് നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളും അല്ലെങ്കിൽ ക്ലിയർ ആവാത്ത കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ സംശയങ്ങൾ അഡ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? റേസിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിട്ട് വരേണ്ട ഒരു കോഴ്സാണ്. ഇതൊരു വെറുതെ കയറിയിട്ട് ഒരു ട്യൂഷൻ ഡീൽ ചെയ്യണ പോലെ ചെയ്യേണ്ടതല്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, ഒരു ദിവസം നമ്മൾ റേസിലൊക്കെ ആണെങ്കിൽ 3 മോഡ്യൂളുകൾ ഡീൽ ചെയ്യേണ്ട ഒരു ദിവസം. അപ്പൊ ഈ കുട്ടി 3 മോഡ്യൂളുകൾക്ക് അനുസരിച്ച് തലേ ദിവസം രാത്രി ഹോം അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യണം, അതിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. നമ്മൾ അതിന്റെ കൂടെ സൊല്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷെ പഠിച്ചിട്ട് വേണം ക്ലാസ്സിൽ വരാൻ. ഒരു ടീച്ചർ പറഞ്ഞു കൊടുക്കുമ്പോൾ എവിടേക്കാണോ ആ കുട്ടിക്ക് അറിയാത്തത്, ആ അറിയാത്ത ഭാഗങ്ങൾ ആ കുട്ടി കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് ഞാൻ ടീച്ചറോട് സാർ എനിക്ക് ഒന്നുകൂടി പറഞ്ഞു ചോദിച്ചാൽ അത് ക്ലിയർ ആയി കിട്ടും. അത് കഴിഞ്ഞ ശേഷം അന്ന് വൈകുന്നേരം തന്നെ ഒരു എക്സാമിനേഷൻ ഉണ്ട്, അതിന്റെയൊക്കെ വീഡിയോ എക്സ്പ്ലനേഷനും ഉണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് കിട്ടും. ഇതിന് പുറമെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ തന്നെ വീഡിയോ കുട്ടികൾക്ക് വേറെ കിട്ടാനുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്ട് റിവൈസ് ചെയ്യണമെങ്കിൽ ആ റെക്കോർഡ് വീഡിയോ കണ്ടാൽ മതി. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 24 മണിക്കൂറിൽ ഒരു 7 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം പേഴ്സണൽ കാര്യങ്ങൾക്ക് ഒരു 3 മണിക്കൂറൊക്കെ ചെലവാക്കിയതിന് ശേഷം ബാക്കിയുള്ള സമയത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകേണ്ട സാധനമാണ് ക്രാഷ് കോഴ്സ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ നന്നായി ചെയ്ത് ഗവൺമെന്റ് കോളേജിൽ വരെ അഡ്മിഷൻ കിട്ടാവുന്ന പൊട്ടൻഷ്യൽ ഉള്ളതാണ് ക്രാഷ് കോഴ്സുകളല്ല. അത് പ്രൈസിന്റെ കാര്യം മാത്രമൊന്നല്ല പറയണത്, എവിടെ ചേരുകയാണെങ്കിലും ക്രാഷ് കോഴ്സ് ഡീൽ ചെയ്യേണ്ടത് ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയോടെ ആയിരിക്കണം. അതല്ലാണ്ട് ഇത് വെക്കേഷനാണ്, ആ സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി വന്നു കളയാം, 2-3 ദിവസമൊക്കെ അവിടെ ഇവിടെയും ചെയ്ത് കളയാം എന്ന് പറഞ്ഞാൽ അതോട് കാര്യം ഉണ്ടാവില്ല. മാത്രമല്ല ക്രാഷ് കോഴ്സിന് മറ്റൊരു ഭാഗം കൂടി ഉണ്ട്. ചില കുട്ടികൾ ഇപ്പോഴും ഫൈനലൈസ് ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആണോ, ഐസറിലേക്ക് പോകണോ, അതല്ല ഞാൻ സയൻസ് വിട്ടിട്ട് മറ്റെന്തിലേക്ക് പോകണോ എന്നുള്ളതിനെ പറ്റി കുട്ടിക്ക് തന്നെ ഒരു പ്ലാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ കുട്ടിക്ക് ക്രാഷ് കോഴ്സോടെ കൃത്യമായിട്ട് ഉത്തരം കിട്ടും. ഞാൻ എന്തിനു പോകണം, എനിക്ക് ഡോക്ടർ ആവാനാണ് ഇഷ്ടം, പക്ഷെ എന്റെ മെഡിക്കൽ മുഴുവൻ എഞ്ചിനീയറിംഗിലാണ്. അതെ, ഞാൻ മാത്സിൽ വളരെ വീക്കാണ്, അപ്പൊ പക്ഷെ എനിക്ക് എഞ്ചിനീയറിംഗ് ആണ് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. ഈ കാര്യങ്ങൾ കൺഫ്യൂഷൻസ് ഒക്കെ ക്രാഷ് ചെയ്യുന്നതോടെ തീരും. ക്രാഷ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യൊരു വഴി കിട്ടും, ആ വഴിക്ക് പോകാമെന്ന് പറയാൻ പറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 11ാം ക്ലാസ്സിൽ ഈവൻ 12ൽ പോലും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ മോഹം എന്താണെന്ന് ഞങ്ങൾ അവിടെ എത്തിച്ചേരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ആൻസർ ഉണ്ടാവില്ല. ആ ഉത്തരം ക്രാഷോടെ കിട്ടും. അത് വളരെ വലിയൊരു കാര്യമാണെന്നാണ്. കാരണം നീറ്റിലേക്കാണ് ഇനി പോകണമെന്ന് വെച്ചാൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു നോക്കിയാൽ ആ കുട്ടിക്ക് ഫൗണ്ടേഷൻ മുഴുവനും സ്ട്രോങ് ആയി കിട്ടിയിട്ടുണ്ടാവും. എഞ്ചിനീയറിംഗ് അതേപോലെ IIT പോകണം അല്ലെങ്കിൽ NIT പോകണം, റിപ്പീറ്റ് ചെയ്യണമെന്ന് പ്ലാൻ കിട്ടുമെന്ന് വെച്ചോളൂ. ആ കുട്ടിക്ക് ഈ ഭാഗം സ്ട്രോങ് ആയി കിട്ടിയിട്ടുണ്ടാവും. ഇനി അവിടുന്ന് വളരെ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്യാനാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് ക്രാഷ് ഒന്ന് വെറുതെ ലൈറ്റ് ആയിട്ടൊന്ന് പോയി നോക്കിക്കളയാം എന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷയോട് അങ്ങനെ ചെയ്യരുത്, ഒരു കോഴ്സിനോട് അങ്ങനെ ചെയ്യരുത്. ചെയ്യുന്നത് സീരിയസ് ആയിട്ട് ചെയ്യണം. സാർ, അപ്പൊ ഇതിൽ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള കുട്ടികളാണ്, പ്രത്യേകിച്ച് നീറ്റിനൊക്കെ സാർ പറഞ്ഞ പോലെ. അപ്പൊ അവരോട് എന്തുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഒരു ക്രാഷ് കോഴ്സ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്താ? ഇതാണ് കാര്യം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോ കുട്ടികളൊക്കെ നല്ല 10ാം ക്ലാസ്സിൽ നന്നായി ചെയ്തിട്ടുണ്ടാവും, 11ലും 12ലും ആ കുട്ടി നന്നായി ചെയ്തിട്ടുണ്ടാവും, ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോയിട്ടുണ്ടാവില്ല. ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആ പരീക്ഷയ്ക്ക് കാണുന്ന കുറച്ചൊരു മൾട്ടിപ്പിൾ ചോയ്സ് പോലത്തെ ഒരു ക്വസ്റ്റൻ അവർ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതല്ല എൻട്രൻസിന്റെ നിലവാരം എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് ശരിയായിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ റിപ്പീറ്ററിലേക്ക് കിടക്കുക. റിപ്പീറ്റർ ഒരു വർഷം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു വർഷം മുഴുവൻ കിട്ടുന്നില്ല. 8 മാസം 9 മാസമേ കിട്ടൂ. പിന്നെ കുറെ പരീക്ഷകൾ എഴുതേണ്ട സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെ സമയത്ത് ഈ കുട്ടിക്ക് കൃത്യമായിട്ടൊരു ട്യൂഷന് പോയി എൻട്രൻസിന് കറക്റ്റായിട്ട് പോവാത്തൊരു കുട്ടിക്ക് സ്ട്രോങ് ഫൗണ്ടേഷൻ കിട്ടുന്ന കോഴ്സാണ് ക്രാഷ് കോഴ്സ്. അത് നിർബന്ധമായും ചെയ്തേ പറ്റും. അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ പോലും ഇത് ചെയ്യണം, നന്നായി ഇരുന്ന് പഠിക്കണം, ക്വസ്റ്റ്യൻസും ഡീൽ ചെയ്യണം. കാരണം അതിന്റെ നേരെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നിർബന്ധമായിട്ട് അത് ചെയ്യണം എന്ന് പറയുന്നത്, ക്രാഷ് കോഴ്സ് ചെയ്യണം എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാംസ് പൊതുവെ റെസിഡൻഷ്യലാണ്. അപ്പൊ ഈ കുട്ടികൾ അധികം പേരും ഇതുവരെ ഹോസ്റ്റലിലൊന്നും നിന്നിട്ടുണ്ടാവില്ല. അപ്പൊ അവർ ആദ്യമായിട്ട് റിപ്പീറ്റേഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ ആയിട്ട് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി ഒരു മാസമൊക്കെ എടുക്കും. പക്ഷെ നമ്മളെവിടെ അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ക്രാഷിന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. അവർ പിന്നെ ഒരു മാസം ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ക്രാഷ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിപ്പീറ്റേഴ്സ് ഫ്രം ഡേ 1 ഓൺവേഴ്സ് അവർക്ക് ഫുൾ സ്വിംഗിൽ ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അത് സാറിന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു? തീർച്ചയായിട്ടും. ഇതിനൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഫഷണൽ കോഴ്സ് ഒരു കുട്ടി ഹോസ്റ്റലിൽ നിന്നിട്ട് തന്നെ ചെയ്യാറുള്ളൂ. വീട് തൊട്ടടുത്താണെങ്കിൽ പോലും ആ കുട്ടിക്ക്, കാരണം ആ കുട്ടിക്ക് പിയർ ഗ്രൂപ്പിന്റെ ഫ്രണ്ട്സിന്റെ സഹായം നല്ലോണം വേണം, സീനിയേഴ്സിന്റെ ഹെൽപ്പ് വേണം. അങ്ങനെയുള്ള ഒരു കോഴ്സ് ഹോസ്റ്റലിൽ നിന്ന് നിൽക്കാണ്ട് വീട്ടിൽ നിന്ന് ചെയ്യുക എന്നുള്ളത്
എനിക്ക് മനസ്സിലായി ആ ക്യാമ്പസ് ലൈഫ് മുഴുവനും ആ കുട്ടിക്ക് കിട്ടൂല എന്ന് മാത്രമല്ല, ഇതേപോലെ ക്യാമ്പസിൽ ഉണ്ടാവുന്ന കുറേ ഒരു ഡെവലപ്മെന്റ് ഉണ്ടല്ലോ ആ കുട്ടി. ശരിക്കും ഒരു പ്രൊഫഷണൽ കോഴ്സ് ഒരു കോഴ്സ് മാത്രമല്ല പഠിക്കുന്നത്, ഒരു വ്യക്തി തന്നെയല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഹോസ്റ്റലിൽ നിന്നോണം. ആ ഹോസ്റ്റലിൽ നിൽക്കാനുള്ള ആദ്യത്തെ പടി ഈ പറഞ്ഞ പോലെ ക്രാഷ് കോഴ്സിലാണ്. കാരണം ക്രാഷ് കോഴ്സിൽ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷനും കിട്ടും, എന്താണ് ശരിക്കുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്കുള്ള സ്റ്റെപ്സ് എന്താണ് ഈ കുട്ടി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ വിചാരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളിലെ ഹോസ്റ്റലിൽ കാണുമല്ലോ, അങ്ങനെ ഭയങ്കര കളേഴ്സും ഒക്കെ ആയിട്ട് നിറം നിറഞ്ഞ സിനിമകളിലെ പോലെ. ഹോസ്റ്റൽ എന്ന് പറയുന്നത് പഠിക്കാനൊരു സ്ഥലമാണ്, ഹോസ്റ്റലിൽ താമസിക്കാനൊരു സ്ഥലമാണ്, ഹോസ്റ്റൽ അക്കാഡമിക്സിന്റെ ഒരു പാർട്ടാണെന്ന് ഈ കുട്ടി ഇപ്പോഴേ മനസ്സിലാക്കുള്ളൂ. അപ്പൊ പക്ഷെ അങ്ങനെ ആവില്ല കേട്ടോ. പ്രൊഫഷണൽ കോളേജ് ലൈഫിന്റെ ഭാഗമാണ്. ഹോസ്റ്റൽ അവർ കുറച്ചും കൂടി എൻജോയ് ചെയ്യും. പക്ഷെ എൻട്രൻസ് കോച്ചിങ്ങിൽ അങ്ങനത്തെ ഒരു ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. എസ്പെഷ്യലി നേരെ അങ്ങോട്ട് പോയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങ് ഓടി ചെല്ലുമ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ ഒരു 20 ദിവസം ആ കുട്ടി നല്ലോണം കഷ്ടപ്പെടും. നിർത്തി പോന്നാലോ നല്ലോണം തോന്നും. അപ്പൊ അതിന് നല്ലതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ സത്യത്തിൽ ഈ ക്രാഷ് കോഴ്സിന്റെ സമയത്തുള്ള ഹോസ്റ്റലാണ്. ഓക്കെ സർ, അവസാനമായിട്ട് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് സാറിന് ഒരു മെസ്സേജ് എന്താണ് കൊടുക്കാനുള്ളത്? ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കൂ, പഠിക്കാൻ വേണ്ടി വരൂ. റേസ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നന്നായിട്ട് പഠിപ്പിക്കും. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് എത്രത്തോളം അത്യാവശ്യമാണോ അതേപോലെ ഞങ്ങൾക്കും അത്യാവശ്യമാണ്. ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. അത് ബ്ലാങ്കറ്റ് പ്രോമിസ് ആണ്. അക്കാഡമിക്സിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, ഡിസിപ്ലിൻ ഉണ്ടാവില്ല. നിങ്ങൾ കൂടെ നിന്നോളൂ. ഞങ്ങളെ മൊത്തം ഇവിടെ മെന്റേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ഈ എക്സാംസ് ഒക്കെ AI കൊടുത്ത് അതാണ് നിങ്ങൾക്ക് പ്രോസസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് സബ്ജക്റ്റിൽ വീക്കാന്നല്ല ഏത് യൂണിറ്റിൽ വീക്കാന്ന് പറഞ്ഞു തരുന്നത്. അതെല്ലാം ഞങ്ങൾ ചെയ്തു തന്നിരിക്കും. നിങ്ങൾ ആ ഡേ 1 മുതൽക്ക് എൻട്രൻസ് എക്സാമിനേഷന്റെ തലേ ദിവസം വരെ ഇവിടെ പരീക്ഷകൾ ഉണ്ടായിരിക്കും. അതിന്റെ വീഡിയോ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. എല്ലാം ശ്രദ്ധിച്ച് ചെയ്തോളൂ, ഒരു കൺഫ്യൂഷനും വേണ്ട. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കരിയറാണ് ഇപ്പോഴും. അത് പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്, ഇനി വരാനും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ, അത് യാതൊരു കൺഫ്യൂഷൻ ഇല്ല. അത് വാങ്ങി തരാൻ റേസിന് അറിയാം. താങ്ക് യു SK സർ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്രാഷ് കോഴ്സിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വർഷം എൻട്രൻസ് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ഡിയർ സ്റ്റുഡൻസ്.